അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പാദവാർഷിക പരീക്ഷ എഴുതാൻ പോകുന്ന 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ഓരോ പാഠത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ആ ക്വിസിലുണ്ടാവുക. അതൊന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്യാത്തവർ താഴെ ക്വിസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ക്വിസ് വിട്ടുതരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനവും നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ഈ 2 ഉദാഹരണം എഴുതാനുള്ളതാണ്. ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ 7ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്തൊക്കെയാണെന്ന് എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ട് 7ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്തൊക്കെയാണ്? 1. അഖീഖത്ത് അറുത്തു, ഖുറൈശികളെ ക്ഷണിച്ചു, സദ്യ നൽകി, മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് 7ാം ദിവസം നടന്നത്. ഇനി അടുത്തത്, ഈ 2 ഉദാഹരണം എഴുതാനുള്ളതിൽ രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ. എന്തൊക്കെ അത്ഭുതങ്ങളാണ് നബി തങ്ങളുടെ ആ ജനനത്തോടു കൂടെ ഉണ്ടായത്? ധാരാളം കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. കാരണം ചിലപ്പോൾ ആ ഓരോ കാര്യങ്ങളും പൂരിപ്പിക്കാൻ വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായി കുട്ടികളെ പഠിപ്പിക്കണം. 1. ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തലകുത്തി വീണു. ഇതിൽ ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം ഡാഷ്. അപ്പോൾ അവിടെ തലകുത്തി വീണു എന്ന് നമ്മൾ എഴുതണം. 2. അനുഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി. അതും ഇതുപോലെ തന്നെ വരിക. അനുഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം ഡാഷ്. അവിടെ പൊളിഞ്ഞു തരിപ്പണമായി. അടുത്തത്, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയി. അതിലൊക്കെ വരും കേട്ടോ. അടുത്തത്, ഇറാനിലെ സാവ തടാകം വറ്റി വരണ്ടു. മറ്റൊന്ന്, സമാവാത് താഴ്വരയിൽ സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായി. ഇതൊക്കെ നബി തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാനുള്ളതാണ്. ആ വംശ പരമ്പര പരിശുദ്ധമാണ്. ഏത് പരമ്പര? ഏത് പരമ്പരയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? പാഠഭാഗത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പരമ്പര. ആ പരമ്പരയിൽ സത്യനിഷേധികളായ ആളുകൾ വന്നിട്ടില്ല എന്ന് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പരമ്പര പരിശുദ്ധമാണ്. അടുത്ത ചോദ്യം, ജുറുഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ്? ഈ ജുറുഹും ഗോത്രക്കാർ എന്തുകൊണ്ടാണ് മക്കയിൽ വന്ന് താമസമാക്കിയത്? അതെന്താണ്? സംസം എന്ന അത്ഭുത ജലം ഉറവെടുത്തതോടെയാണ്. ഇസ്മായിൽ നബി ഇസ്ലാം അവിടെ കരഞ്ഞ് കാലിട്ടടിച്ച ഭാഗത്തു നിന്ന് വന്ന വെള്ളമാണ് മാ ഉ സംസം. ഇനി അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടി വളർത്തിയ ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? അത് നിർബന്ധമായി പഠിക്കുക. ബനു സഅദ്. അതുപോലെ തന്നെ ഹലീമ ബീവിയുടെ മകൻ്റെ പേര് ലംബ്രത്ത്. ഇതൊക്കെ പഠിക്കണം. ഹലീമ ബീവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി അടുത്തത് ചോദ്യം, ഖുറൈശികളുടെ നിസ്സഹകരണം മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബം താമസിച്ച എവിടെയാണ് നബി തങ്ങളുടെ കുടുംബം താമസിച്ചത്? ഉത്തരം ഷഅബു അബി ത്വാലിബിൽ. ഷഅബു അബി ത്വാലിബിൽ. അടുത്ത ചോദ്യം, വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ വയസ്സ്? ഉത്തരം 20 വയസ്സാണ്. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1. ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ്. ഇതാരോ ഒരാൾ പറഞ്ഞതാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ആരാണെന്നും പഠിച്ചു വെക്കണം. അടുത്തത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം വയസ്സിൽ മാതാവിനോടൊപ്പം ഡാഷ് എന്താ ചെയ്തത്? മദീനയിൽ പോയി. പൂരിപ്പിച്ചു കൊടുക്കാം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്താതെ അബൂ ത്വാലിബ് ഭക്ഷണം ഡാഷ്. നബി വീട്ടിലെത്താതെ അബൂ ത്വാലിബ് ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. അടുത്തത് അദ്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20-ാമത്തെ ഡാഷ്. പൂരിപ്പിക്കാം. അദ്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20-ാമത്തെ പിതാമഹനാണ്. അതിനുശേഷം, അതായത് ആ പാഠത്തിൽ അതിൻ്റെ നേരെ താഴത്തൊരു പാരഗ്രാഫുണ്ട്, നിർബന്ധമായും പഠിക്കുക. ഇനി അടുത്ത ചോദ്യം, ഹലീമ ബീവിയുടെ മകൻ്റെ പേര് നമ്മൾ മുമ്പ് പറഞ്ഞു, ലൊംബ്രത്ത്. അടുത്തത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവ് ഹാജർ. അടുത്തത് ആമിന ബീവിയുടെ പിതാവ്. ആമിന ബീവിയുടെ പിതാവ് കേട്ടോ, അല്ലാതെ നബി തങ്ങളുടെ പിതാവല്ല, ആമിന ബീവിയുടെ പിതാവ്. പേര് വഹബ്. വഹബിൻ്റെ മകൾ എന്ന് നമ്മൾ പാഠത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. അടുത്തത് മക്കയുടെ ഉപനാമം. 2 ഉപനാമങ്ങളുണ്ട്, ബക്ക, ഉമ്മുൽ ഖുറ, ബക്ക. ഇതൊക്കെ മക്കയുടെ ഉപനാമങ്ങളാണ്. ഉമ്മുൽ ഖുറ, ബക്ക. അടുത്തത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ. സിമ്പിളല്ലേ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. അതുപോലെ ചിലപ്പോൾ തിരിച്ചും ചോദിക്കും, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അല്ലെങ്കിൽ മാതാവ് ഹാജർ. അതുപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ ഗോത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജുർഹും ഗോത്രം. അവരാണ് എന്ത് ചെയ്തത്? മക്കയിൽ താമസമാക്കിയത്. നല്ല കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിനുള്ളിൽ നിൽക്കും. ഇതോടുകൂടെ താരീഖത്തെ ചോദ്യം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.